ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തോരനുമായിട്ടാണ്. അപ്പോൾ ഈ തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ അങ്ങനെ ഒരുപാട് പേരൊന്നും ഉണ്ടാക്കി കാണാത്തതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മത്തൻ വെച്ചിട്ടാണ്. മത്തൻ വെച്ച് നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വ്യത്യസ്തമായൊരു തോരനാണ്. മത്തൻ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടുള്ള മത്തൻ തോരൻ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ 250 ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച മത്തനുണ്ടല്ലോ, ആ മത്തന് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അമർത്തിയിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം. മത്തം വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ നല്ല ജീരകം വേണം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ എരിവിന് വേണ്ടി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇപ്പം മത്തൻ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിൽ അടച്ചായിരുന്നു വേവിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പുണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ച് ആ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. മത്തനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അഥവാ ചൂട് കൂടുതലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അടപ്പ് മാറ്റാതെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ സ്റ്റവ് ഓൺ ചെയ്യാം. അപ്പോൾ ഏത് വെജിറ്റബിളും അങ്ങനെ കുക്ക് ചെയ്യാം, വെള്ളം ചേർക്കാതെ. അപ്പം നമ്മൾ ഈസി ആയിട്ട് മത്തൻ്റെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നുമില്ല. ആ കട്ടിങ് പിന്നെ അതുപോലെ ആ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ മത്തൻ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മത്തൻ കൊണ്ട് പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.